ലോക്സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ FCRA ബിൽ JPCക്ക് വിട്ടു. ബിൽ ന്യൂനപക്ഷ വിരുദ്ധമെന്ന പ്രതിപക്ഷവാദം സർക്കാർ തള്ളി. FCRA ബിൽ JPCക്ക് വിട്ടതിൽ സർക്കാരിന് നന്ദിയുണ്ടെന്ന് CBCI പ്രതികരിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് FCRA ബിൽ JPCക്ക് വിടുന്നതിനുള്ള പ്രമേയം അവതരിപ്പിച്ചത്. FCRA ഭേദഗതി ബിൽ ന്യൂനപക്ഷ വിരുദ്ധമെന്ന പ്രതിപക്ഷവാദം തള്ളിക്കളഞ്ഞ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ബില്ലിലെ വ്യവസ്ഥകളിൽ ന്യൂനപക്ഷ വിരുദ്ധതയുണ്ടോ എന്ന് തെളിയിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ശബ്ദ വോട്ടിലൂടെയാണ് FCRA ബില്ല് JPCക്ക് വിടാനുള്ള പ്രമേയം ലോക്സഭ പാസാക്കിയത്. द्वारा प्रस्तुत प्रस्ताव को स्वीकृत किया जाए। जो सदस्य प्रस्ताव के पक्ष में हैं वो हाँ कहें, जो सदस्य प्रस्ताव के विपक्ष में वो ना कहें। मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ है, हाँ वालों के पक्ष में हुआ है, प्रस्ताव स्वीकृत हुआ। മൈൻസ് ആൻഡ് മിനറൽസ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. അതേസമയം ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്ക് തയ്യാറെന്ന് വ്യക്തമാക്കി. അതിനിടെ കാത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ FCRA ബിൽ JPCക്ക് വിട്ടതിൽ സർക്കാരിന് നന്ദി അറിയിച്ചു. JPCക്ക് വിട്ടിട്ട് കൂടുതൽ ജനാധിപത്യപരമായ രീതിയിൽ കൂടുതൽ ആളുകളെ, പ്രത്യേകിച്ച് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേൾക്കാനും വേണ്ടത്ര രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ആക്കി തീർക്കുവാനായിട്ടാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ FCRA ബിൽ പൂർണ്ണമായും പിൻവലിക്കണമെന്നത് എക്കാലത്തെയും ആവശ്യമെന്ന് കൂട്ടിച്ചേർത്തു. JPCയുമായി സഹകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ നീക്കത്തിന് പിന്നിൽ അമേരിക്കൻ സമ്മർദ്ദമുണ്ടായെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജനം, ഡൽഹി.